അതേ പ്രിയമുള്ളവരെ, വളരെ സുബോധത്തോടും ഉറപ്പോടും കൂടെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് മരണമില്ല, ഒരിക്കലും ഞാൻ മരിക്കത്തതുമില്ല. ഈ വീഡിയോ കേൾക്കും മുമ്പ് നിങ്ങൾ ദയവായിട്ട് കമൻ്റ് ചെയ്യരുത്. ദയവായി ഈ വീഡിയോ മുഴുവനും കേട്ടാട്ടെ. ഞാൻ മരിക്കത്തില്ല, അത് സത്യമായ കാര്യമാണ്. അങ്ങനെ പറയുമ്പോൾ മരണം എന്ന പദത്തിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് വ്യക്തമാക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ മരണമെന്ന പദം ആദ്യം പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലെ പിതാവാം ദൈവമാണ്. താൻ സൃഷ്ടിച്ച ആദിമ മനുഷ്യരോട് ദൈവം പറയുകയാണ്, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചാൽ ആ ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും. അവർ ഭക്ഷിച്ചു, എന്നാൽ നമ്മുടെ കണക്കിന് പ്രകാരം അവർ മരിച്ചില്ല. പിന്നീട് ഏകദേശം 930 വർഷങ്ങളോളം ആദം ജീവിച്ചിരുന്നു. പിന്നീടാണ് അദ്ദേഹം മരിച്ചത്. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റത്തില്ല. തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നാണ് ദൈവം പറഞ്ഞത്. സത്യത്തിൽ അന്ന് തന്നെ ആദം മരിച്ചു. അങ്ങനെയാണെങ്കിൽ മരണത്തിൻ്റെ അർത്ഥം എന്താണ്? ഒന്നാമത്തെ അർത്ഥം ആത്മീക മരണം, അതായത് സ്പിരിച്വൽ ഡെത്ത്. എന്താണ് ആത്മീക മരണം? ദൈവജീവൻ ഇല്ലാത്ത അവസ്ഥയും പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുമുണ്ടാകുന്ന വേർപാടുമാണ് ആത്മീയ മരണം. ആദം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചപ്പോൾ തന്നെ അവന് ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു. അവൻ ദൈവ തേജസ്സിങ്കിൽ നിന്നും വീണുപോയി. അവൻ ദൈവവുമായിരിക്കുന്ന ശരിയായ ബന്ധത്തിൽ നിന്നും അകന്നുപോയി. വിശുദ്ധ വേദപുസ്തകത്തിൽ ആത്മീക മരണത്തെക്കുറിച്ച് പറയുന്ന അനേകമായിരിക്കുന്ന ഉദാഹരണങ്ങളുണ്ട്. 2 ഉദാഹരണം പറയാം. യേശുക്രിസ്തു പറഞ്ഞ ധൂർത്തപുത്രൻ്റെ, മുടിയനായ പുത്രൻ എന്ന് നാം വിളിക്കുന്ന ധൂർത്തപുത്രൻ്റെ ആ ഉപമയിൽ പിതാവിൻ്റെ ഭവനം വിട്ട് ലോകത്തിൻ്റെ വഴിയിലേക്ക് മടങ്ങിപ്പോയ ഈ മകൻ പിന്നീട് പിതാവിൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ അപ്പൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരുന്നു. ആ പിതാവിൽ നിന്നും അകന്നുപോയ ഈ പുത്രൻ മരിച്ചവനായി, അവൻ മരിച്ചു എന്ന് അപ്പൻ പറയുകയാണ്. ഒരു ചെറുപ്പക്കാരൻ യേശുവിനോട് പറഞ്ഞു, ഗുരു, ഞാൻ നിന്നെ അനുഗമിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, പക്ഷേ ഇപ്പോൾ എൻ്റെ അപ്പൻ മരിച്ചുപോയി, ഞാൻ പോയി എൻ്റെ അപ്പനെ അടക്കം ചെയ്തിട്ട് വന്ന് നിന്നെ അനുഗമിക്കാം. യേശു അവനോട് ഒരു കാര്യം പറഞ്ഞു, മകനെ, മരിച്ചവർ തങ്ങളുടെ മരിച്ചവനെ അടക്കം ചെയ്യട്ടെ. എന്താ അർത്ഥം? നിന്റെ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും, നിന്റെ ഗ്രാമത്തിലെ സകല ആൾക്കാരും മരിച്ചവരാണ്. അവരെല്ലാം കൂടെ ചേർന്ന് ഇപ്പോൾ ശാരീരിക മരണം സംഭവിച്ചിരിക്കുന്ന നിന്റെ അപ്പനെ അടക്കട്ടെ. നീ ജീവൻ പ്രാപിച്ചവനാണ്, എന്നെ കണ്ടെത്തി, അതുകൊണ്ട് ഇപ്പോൾ നീ എന്നെ അനുഗമിക്കാം. അവൻ്റെ കുടുംബത്തിലെ ഒരു വ്യക്തികളും ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവവുമായി ബന്ധമില്ലാത്തവരാണ്, ദൈവജീവൻ ഇല്ലാത്തവരാണ്, അവർ മരിച്ചവരാണെന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ്. മരണത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം ആത്മീക മരണമാണ്. രണ്ടാമത്തെ അർത്ഥം ശാരീരിക മരണമാണ്, അതായത് ഫിസിക്കൽ ഡെത്ത്. മനുഷ്യൻ്റെ ജീവൻ അവൻ്റെ ശരീരത്തിൽ നിന്നും വേർപെടുന്നതാണ് ശാരീരിക മരണം. ആത്മീയ മരണം ശാരീരിക മരണത്തെങ്കിലേക്ക് നയിക്കുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മരിക്കാൻ വേണ്ടിയല്ല, നിത്യമായി ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷെ പാപം നിമിത്തം അവൻ്റെ ശരീരം മരിക്കുകയാണ്. അതിന് വിശുദ്ധ പുസ്തകം പറഞ്ഞിരിക്കുന്നത് ഉറക്കമെന്നാണ്. ഈ ശരീരത്തിൽ നിന്നും
അവൻ വേർപെട്ടു, അല്ലെങ്കിൽ അവൻ്റെ ആത്മാവ് ജീവൻ വേർപെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ആ വ്യക്തി മരിച്ചിട്ടില്ല. ഇനി മരണത്തിൻ്റെ മൂന്നാമത്തെ അർത്ഥം നിത്യമരണം, അല്ലെങ്കിൽ രണ്ടാമത്തെ മരണം, ഇറ്റേണൽ ഡെത്ത് ഓർ സെക്കൻഡ് ഡെത്ത്. എന്താണ് നിത്യമായിരിക്കുന്ന മരണം? പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നിത്യമായി വേർപെട്ട് ദൈവജീവൻ അനുഭവിക്കാൻ കഴിയാതെ നിത്യമായി നരകത്തിൽ ജീവിക്കുന്നതിൻ്റെ അർത്ഥമാണ്, നരകത്തിൽ ജീവിക്കുന്നതിന് പറയുന്ന പേരാണ് നിത്യമരണം അഥവാ രണ്ടാമത്തെ മരണം. നരകത്തിൽ ജീവിക്കുന്നവർ ഒരിക്കലും മരിക്കുന്നില്ല, അവർ നിത്യമായി ജീവിക്കുകയാണ്. സത്യത്തിൽ ആരും മരിക്കുന്നില്ല. യേശുവിനെ സ്വീകരിച്ചവർ, യേശു മുഖാന്തരമുള്ള നിത്യജീവനെ, നിത്യരക്ഷയെ സ്വീകരിച്ചവർ യേശുവിനോട് കൂടെ ദൈവജീവൻ അനുഭവിച്ച് പിതാവുമായുള്ള കൂട്ടായ്മയിൽ നിത്യമായി ജീവിക്കും. അതിനാണ് നാം സ്വർഗമെന്നൊക്കെ വിളിക്കുന്നത്. എന്നാൽ യേശുവിൽ കൂടെയുള്ള നിത്യജീവൻ സ്വീകരിക്കാതെ, നിത്യരക്ഷ സ്വീകരിക്കാതെയുള്ള മനുഷ്യർ മരിച്ചു പോയാൽ, ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടാൽ, അവർ നരകത്തിൽ ജീവിക്കുവാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. നരകത്തിൽ അവർ മരിക്കുന്നില്ല. ഈ ബഹുപ്രപഞ്ചത്തിൽ ദൈവസാന്നിധ്യം അല്പം പോലുമില്ലാത്ത ഏക സ്ഥലമാണ് നരകം. നരകത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ജീവൻ അനുഭവിക്കാൻ കഴിയുന്നില്ല. അവർക്ക് ദൈവവുമായുള്ള ബന്ധമുണ്ടാകുന്നില്ല. ഒരു മനുഷ്യൻ്റെ സകല ആവശ്യങ്ങളും, ആത്മീയവും ഭൗതികവും ശാരീരികവുമായിരിക്കുന്ന സകല ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നത്, അല്ലെങ്കിൽ സകല ആ ആവശ്യങ്ങളുടെയും ഉറവിടം ദൈവത്തിൻ്റെ ജീവനാണ്, ദൈവമാണ്. നിങ്ങൾക്ക് സ്നേഹം വേണോ? സ്നേഹത്തിൻ്റെ ഉറവിടം ദൈവജീവനാണ്. സന്തോഷം വേണോ? സമാധാനം വേണോ? ആശ്വാസം വേണോ? സ്വസ്ഥത വേണമോ? സൗഖ്യം വേണമോ? ഈ എല്ലാ നന്മകളുടെയും ഉറവിടം ദൈവത്തിൻ്റെ ജീവനാണ്. ആ ജീവൻ അനുഭവിക്കാൻ കഴിയാതെ നിത്യനരകത്തിൽ നിത്യമായി ജീവിക്കുന്നതിൻ്റെ പേരാണ് നിത്യമരണം. ദൈവം നമ്മെ സ്നേഹിച്ച നിമിത്തം തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് പകരമായി ഭൂമിയിലേക്ക് അയച്ചു. യേശുക്രിസ്തുവിൻ്റെ പകരം മരണം എനിക്ക് വേണ്ടിയുള്ള മരണമാണ്. ആ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇനിമേൽ മരണമില്ല. അവൻ ആത്മീയ മരണമില്ല. അവൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ജീവൻ വന്നിരിക്കുകയാണ്. അവൻ ദൈവവുമായിരിക്കുന്ന ബന്ധത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്നാൽ പാപനിമിത്തം അവൻ്റെ ശരീരം ഇവിടെ മരിക്കാം. അത് മരണമല്ല, അത് യഥാർത്ഥ ജീവങ്കിലേക്കുള്ള ഒരു പ്രവേശനം മാത്രമാണ്. അവനൊരിക്കലും നിത്യമരണമില്ല. ആ യേശുവിനെ സ്വീകരിച്ച എനിക്ക് മരണമില്ല. നിങ്ങൾക്കോ? താങ്ക് യു. God bless you all.